ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണപ്രേമത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നടയിൽ സ്ത്രീകൾക്ക് മാത്രം ചെയ്യാവുന്ന വഴിപാട്, നമ്മൾ നേരത്തെ ഒരു വഴിപാടിനെ പറ്റി കൃഷ്ണപ്രേമത്തിലൂടെ നിങ്ങളെ അറിയിച്ചിരുന്നു. അത് അടിപ്രദക്ഷിണമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു വഴിപാടാണ് നെയ് സേവിക്കൽ, നെയ്ജപം എന്ന് പറയും. നെയ്ജപം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഗർഭിണികളായി കഴിയുമ്പോൾ സൽസന്താന ലബ്ധിക്കും കുട്ടികളുടെ സംരക്ഷണത്തിനുമായിട്ട് ഗർഭിണിയായ സ്ത്രീ 3 മാസം കഴിയുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നടയിൽ രാവിലെ ശിവേലിക്ക് ശേഷം വന്ന് നെയ്ജപം ചീട്ടാക്കിയാൽ ആ പ്രസാദം നമ്മൾ കഴിക്കണമെന്നാണ്. ഇങ്ങനെ നെയ്ജപം പ്രസാദം കഴിക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യവും സൽസന്താന ലബ്ധിയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ ശീവേലി കഴിഞ്ഞ സമയത്ത് നെയ്ജപം ചീട്ടാക്കി ഭഗവാന്റെ ശ്രീകോവിലിനുള്ളിൽ പോയി ഓദിക്കന്മാരും മേൽശാന്തിയും ഒക്കെ മന്ത്രം ജപിച്ച് നെയ്യ് സേവിക്കാൻ നമുക്ക് തരും. ഈ നെയ്യ് നമ്മൾ നാലമ്പലത്തിന് വെളിയിൽ കൊണ്ടുവച്ച് വേണം കഴിക്കാൻ. ഇങ്ങനെ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ഉണ്ണിക്കണ്ണനായിട്ട് നമുക്ക് വന്ന് ജനിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അത്രയും നല്ല സ്വഭാവ ഗുണത്തോടു കൂടിയ സൽസന്താനം നമുക്ക് ജനിക്കും. ഗർഭിണിയായി കഴിഞ്ഞ 3 മാസങ്ങൾക്ക് ശേഷമാണിത് ചെയ്യേണ്ടത് കേട്ടോ. 3 മാസം കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇത് അടുപ്പിച്ച് 3 ദിവസം ചെയ്യാൻ സാധിക്കാത്തവർ ഒരു ദിവസം വന്ന് കഴിച്ചതിന് ശേഷം 2 ദിവസം കൂടി അവിടെ അത് ഷീട്ടാക്കിയിട്ട് പോയാൽ മതി. പറ്റുന്നവർ ഇത് 3 ദിവസവും ചെയ്താൽ അത്രയും നന്ന്. പറ്റിയില്ല എങ്കിലും വിഷമിക്കേണ്ട. ഒരു ദിവസം വന്ന് ഭഗവാന്റെ നെയ്യ് സേവിച്ച് ബാക്കി 2 ദിവസത്തേക്കുള്ള ഷീട്ടാക്കി നമുക്ക് തിരികെ പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. നന്ദി.